ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ കൂർക്കയുണ്ട്. കൂർക്ക രണ്ട് കൈ നട്ട ഓരോ കൈ നട്ട കൂർക്കയുണ്ട്. അത് ഞാനൊന്ന് വിളവെടുത്ത് കാണിക്കട്ടെ. അതെല്ലാം പൊട്ടിപ്പോയി. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഇതെല്ലാം പൊട്ടിപ്പോയി, വേഗം അടക്കം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് നോക്കട്ടെ, ഇതിലെന്താ ഉള്ളത് നോക്കട്ടെ. വേഗം പൊട്ടിപ്പോയി എടുത്തിട്ട് വരുമ്പോൾ. അതുകൊണ്ട് എന്താ ഇതിലുള്ള നോക്കട്ടെ. ഉണ്ടല്ലോ. ഉണ്ട്, നല്ല വണ്ണം വെച്ചിനുണ്ടാ. നല്ല പോലെ ഉണ്ട് കേട്ടാ. ഇതാ എൻ്റെ അമ്മ നല്ലോണം ഉണ്ട്. ഇതാ നല്ല പോലെ ഉണ്ട് കണ്ടാ. മറ്റേതില്ലെങ്കിൽ കണ്ടാ. ഇതാ നല്ല പോലെ ഉണ്ട് കണ്ടാ. നല്ല പോലെ ഉണ്ട് നോക്കടാ. കണ്ടില്ലേ കൂർക്കയ്ക്കാണ്. അത് എത്ര വലിപ്പം എന്നറിയാ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിലൊന്നും ഇല്ലാന്ന് തന്നെ വിചാരിച്ചു ഞാൻ. ഇപ്പം നോക്കുമ്പോൾ നല്ല പോലെ ഉണ്ടല്ലോ കണ്ടാ. നല്ല പോലെ ഉണ്ട് കണ്ടാ. ഒരുപാടുണ്ട്. ഒരു ബാഗിൽ നിന്ന് തന്നെ ഒരുപാടുണ്ട്. ഇതിനിടക്കത്തേനെക്കാട്ടി ഒരുപാടുണ്ടല്ലോ. സൈഡിലൊന്നും ഇല്ല, ഇത് നടുക്ക് മാത്രമേ ഉള്ളൂ കണ്ടാ. വേറെ ഏടിയില്ല. അത് നല്ല വണ്ണവും വെച്ചിന് കണ്ടാ. ഇത് കണ്ട, ഇതാ നല്ലോണം നല്ല വണ്ണമുണ്ട്. നല്ല വണ്ണം വെച്ച് നല്ലവണ്ണം ഉണ്ട് തന്നെ കണ്ടാ. എന്നാ വണ്ണം എന്നറിയാം. എൻ്റെ അമ്മേ, ഞാനിത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടാ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇതിലിനി ഉണ്ടോയെന്ന് പറയാൻ കഴിയില്ല കണ്ടാ. ഇത് അത്രയേ ഉള്ളൂ, ഒരു തണ്ടേ ഉള്ളു വരുന്നേ. അതാണത്, അത്രയേ ഉള്ളൂ, ഒരു തണ്ടേ ഉള്ളൂ. പക്ഷെ അതിന്മേൽ നല്ലോണം 3-4 ഇങ്ങനെ ഒറ്റ കോത്ത് കെട്ടി പിടിച്ചിന്. ഇത്രയും കേങ്ങുണ്ടാവും ഇനിയെന്നുള്ളത് ഇപ്പം ഇന്ന് എനിക്ക് മനസ്സിലായത്. ഇത്ര വരെ ഞാൻ ഇങ്ങനെ ഈ കൂർക്കേനെ പറ്റിയിട്ട് ഒരു വിവരം എനിക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് ബോധ്യമായി. ഇത് വേണ്ട, ഇത് കൂടി ഞാൻ എടുത്തിരിഞ്ഞ് തട്ടട്ടെ. ഇതും കൂടി തട്ടട്ടെ. ഇതും കൂടി നോക്കട്ടെ. ഇതെല്ലാം വിട്ടുപോയി, ബാഗ് പോയിനി. അതാണ് ശ്രീലക്ഷ്മി മോള് പറയും പോലെ പിന്നെ ബാഗ് മോൻ മറ്റുപോയി. ഇനിയിപ്പം ബാഗ് മോനെ അതിന് വേറെ ഉണ്ടാക്കണത്രേ, ഇവർക്കെല്ലാം കൊടുക്കാൻ. ഉണ്ടാ ഇതാ ഇതിലങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഇതാ കണ്ട. ഇതിലങ്ങനെ ഇല്ല. അത് ഒന്നിൽ നല്ലോണം ഉണ്ട് കേട്ടാ. ഇതാ 2 നല്ല വണ്ണവും വെച്ചിന്. അതാണ്, ഇത് നല്ല വണ്ണമുണ്ട്. ഇതിലുണ്ട്, ഒരുപാടുണ്ട്. അതാണ്ടാ നല്ല വണ്ണമുണ്ട്. ഇതാ വണ്ണത്തിൽ കണ്ടാ നല്ല വണ്ണം വെച്ചിന്. ഉണ്ടില്ലേ. അത്രേ ഉള്ളൂ, ഒറ്റൊരു മെരടേ ഉള്ളൂ. ഒരുപാട് നട്ടിട്ടില്ല ഞാൻ. അതവിടെ ഒഴിഞ്ഞു പോയത് ഞാൻ അവിടെ വെച്ചിട്ട് വെറുതെ മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചത്. അല്ല, മണ്ണല്ല, ഇത് വാരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നട്ടിട്ട് പൊട്ടിച്ചതിൻ്റെ ഒരു ബാക്കിയുള്ളതാണ്. ഇത് നട്ടതല്ല. ഇത് കഴിഞ്ഞിലത്തെ ഒരു കുരു അതിൻ്റെ പൊടിച്ചത്. ഞാൻ ഇതിനകത്ത് വേടുന്ന പൊടിച്ചും എടുത്തത് നടാൻ വേണ്ടി പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഒരു തല ബാക്കിയുള്ളതാണ് ഇതിങ്ങനെ ഇപ്പം കിട്ടിയത് കണ്ടാ. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ട്. ഞാൻ ഇതും കൂടി നോക്കട്ടെ. ഇതിലുണ്ടോ നോക്കട്ടെ. ഇത് നട്ടതാണ്. ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഉണ്ടല്ലോ. ഇതാ നല്ല വണ്ണമുണ്ട് കേട്ടാ. നല്ല വണ്ണമുണ്ട് കണ്ടാ. 2-3 ഇതിന് മാത്രം ഇത്രപ്പാടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നട്ടാൽ എത്ര ഉണ്ടാവും നോക്കറാ. എന്താ കിഴങ്ങ് കിഞ്ഞതെന്നറിയാം. നല്ല പോലെ കിഞ്ഞിന്. നോക്കട്ടെ ഉണ്ടാ. ഇതുപോലെ നല്ല വണ്ണം വെച്ചിന്. അതാണ് ഉണ്ടാ. ഇതേപോലെ ഉണ്ടാ കിഴങ്ങ് കണ്ട. ഒന്നൊന്നല്ല, ഓരോന്നിൻ്റെ മണ്ടക്ക് പിന്നെ ഒരുപാടുണ്ട് കിഴങ്ങ് കീഞ്ഞിട്ട് വന്നിട്ട്. ഉണ്ടില്ലേ. ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇതിൽ ഇത്ര കിട്ടുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഉണ്ടാ. ഇതിങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഇത് ശരിക്കും സമാധാനത്തിൽ നടാം. ബാഗിൽ നട്ടാലും നല്ല പോലെ ഉണ്ടാവും. ഉണ്ടാ. ഉണ്ടില്ലേ.
ഇതാ ഉണ്ടല്ലേ, നല്ല പോലെയുണ്ട്. അത്രയും നട്ടൊരു 2-3 ഒരു തല നട്ടാൽ തലക്കുന്നല്ലേ കിഴങ്ങുണ്ടാവുക, വേഗല്ലല്ലോ കണക്ക്. ആ വേഗിന്റെ കണക്കല്ലല്ലോ. ഇല്ലല്ലേ ഇതാ. ഇനി ഇതിൻ്റെ അകത്ത് കുറെ ഒഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഒന്നും കാണുന്നില്ല, തിരിയുന്നില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കിഴങ്ങാണോ എന്നാന്ന് തിരിയുന്നില്ല, കട്ടയാണോ എന്ന് തിരിയുന്നില്ല. കറുപ്പ് പിടിച്ചോണ്ട് അടിയിലോട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഓ ഉണ്ട്, ആ അടിയിലുണ്ട്, കണ്ടാ ചെല്ലിയത്. ഇതാ എന്താ എന്താ കിഴങ്ങ്, വലിയ കിഴങ്ങ്. എന്താ നല്ല വണ്ണമുണ്ട്, നല്ല കിഴങ്ങ്. കണ്ടാ വണ്ണുള്ള കിഴങ്ങ്, കണ്ടാ നല്ല വണ്ണുള്ള കിഴങ്ങ്. അത്രയല്ലേ ഉള്ളൂ, കണ്ടാ എത്രയാന്നറിയാ, നല്ല വലിയ കിഴങ്ങ്, വലിയ കിഴങ്ങ്. ഇത്ര വലിയ കിഴങ്ങൊന്നും ഉണ്ടാവുകയില്ല, കണ്ടാ നല്ല എന്നാ വണ്ണം. കണ്ടില്ലേ, ഒരു 3 മെരട് മാത്രമേ ഉള്ളൂ. ഒന്നിലേ 2-3 മെരടേ ഉള്ളൂ, മറ്റേ 2-ലും ഓരോരോ മെരടേ ഉള്ളൂ. അത് നല്ല വണ്ണം വെച്ചതായത്, കണ്ടാ നല്ലപോലെ കിട്ടി കേട്ടാ. ഒരിക്കൽ വെക്കാനല്ല കിട്ടിയത്. നല്ല ഇത് എണ്ണം കുറവാണെങ്കിൽ നല്ല വണ്ണം പോകുന്നേ. ഇതിപ്പം തക്കാളി പറിച്ചിട്ട് അപ്പുറം വെച്ചിട്ടുണ്ട്. എല്ലാം ഇതിൽ കാണിക്കേണ്ട വെച്ചിട്ട് ഒരുപാടായി പോവില്ല, അതുകൊണ്ടാണ്. ഇപ്പം തൽക്കാലം ഞാനിതാ കോളിഫ്ലവർ വിളവെടുക്കാൻ നോക്കട്ടെ. കോളിഫ്ലവർ ഇതാ, കോളിഫ്ലവറാണ് ഇത്, കണ്ടാ ഇതാ, കണ്ടാ ഉണ്ടല്ലേ, ഇതാ കോളിഫ്ലവർ കണ്ടാ, കോളിഫ്ലവറാണ് ഇത് എടുക്കുന്നത്. ഇനിയിപ്പം എല്ലാം കൂടി ഉണ്ട്. ഇതൊരു കാബേജും കൂടി എടുക്കുന്നുണ്ടേ, കാബേജ്. ഇതിനിടയ്ക്ക് എടുത്തിന്. ഇനിയിപ്പം ഇത് കൂടി എടുക്കുന്നുണ്ടേ, കാബേജാണ് ഇത്, കാബേജ് കണ്ട, കാബേജ് കണ്ടില്ലേ ഇതാ. പിന്നെ ഇനിയിപ്പോൾ ആയില്ല, ഇനിയിപ്പോൾ ഇതെടുക്കട്ടെ. ഇന്നലെ ഞാൻ പിന്നെ ഓരോന്ന് അത്യാവശ്യം പറിക്കുന്നുണ്ട്, പറിച്ച് കഴിയാനായി. ഒരു ദിവസം നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇതിവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം ഇനിയിപ്പോൾ അവിടെ പായി ഇനി പൂരി ഉണ്ട് പറിക്കാൻ, ഇതും കൂടി പറിക്കട്ടെ. അത്രയും കോളിഫ്ലവർ നട്ടിട്ടുള്ളൂ. അത് ഇതാ ഒന്നും കൂടി എടുത്തു. 4 ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. വെയിൽ ചൂടായാൽ പിന്നെ ഇത് കായ് ഉണ്ടാവില്ല, കായ് വണ്ണം വെക്കുകയില്ല, ആക്കുകയില്ല. ഇത് കണ്ടില്ലേ, ഇതാ ഞാൻ എടുത്തത് കോളിഫ്ലവർ കണ്ട, കോളിഫ്ലവറും കാബേജും. ഇതൊരു കാബേജും എടുത്തിട്ടുണ്ട്. കാബേജ് ഒന്നും കൂടി ഉണ്ട്, ഇതും കൂടി പൊട്ടിച്ചേക്കാം. കാബേജ് കഴിഞ്ഞു. കാബേജ് ഇതിനെടുക്ക് എടുത്ത് ഞാൻ ഒരു 10 നട്ടിട്ടുള്ളൂ, ഒട്ടാകെ 10 നട്ടിട്ടുള്ളൂ. മറ്റേത് പിന്നെ എല്ലാം നിങ്ങളെ കാണിക്കാൻ കഴിയില്ല വെച്ചിട്ട് കുറേശ്ശെ എടുക്കും. നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കൂലോ. ഇതെല്ലാം നീർന്ന് പോയി, ഇലതയേച്ചും നീർന്ന് പോയി, കണ്ടില്ലേ. പശുക്കളുള്ളവരെ ഇത് പശുവിന് കൊടുക്കലായിരുന്നു. ഇപ്പം കണ്ടില്ലേ. ഇനിയിപ്പോൾ വഴുതിനിയുണ്ട് അപ്പുറം, അതെടുത്തിട്ട് വരട്ടെ. വഴുതിനിയുണ്ട് അപ്പുറം, അതെടുത്തിട്ട് വരട്ടെ. വേണ്ട എൻ്റെ വിളവെടുപ്പ് വേണ്ട. ഇത് കണ്ട, ഇത്
ഇത് പിന്നെ കൂർക്കയാണ്. ഇന്നലെ ഇന്ന് കളിച്ച് വെച്ചത്, അപ്പുറത്ത് കളിച്ച് വെച്ചതാണ്. ഇത് തക്കാളിയാണ്, ഇന്നത്തെ തക്കാളി വിളവെടുപ്പാണ്. ഇത് വഴുതിന് താലോലി കഴിഞ്ഞതാണ്, അത്രയും കിട്ടിയില്ല, ഇനി മൂക്കാനുണ്ട്. ഇത് വേണ്ട, 4 കോളിഫ്ലവറും പറിച്ചു, 2 കാബേജും പറിച്ചു. പിന്നെ 2 കാബേജും 4 കോളിഫ്ലവറും പറിച്ചു. നല്ല മോശമില്ലാത്ത തരത്തിൽ കിട്ടിയിട്ടുണ്ട്. വലിയ തന്നെയാണ്, മോശമില്ലാത്ത തരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം വഴുതിനിയും പറിച്ചു. ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.